Hello, good afternoon. Good afternoon, Miss. വളരെ കുറവാണല്ലോ ആളുകള്. പഠിച്ച് മടുത്തെന്ന് തോന്നുന്നു BSc. അതുകൊണ്ടാണോ? കാണാവോ? പേരൊന്നും കാണാനില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വരുന്നവരെ പോരട്ടെ. ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തീരാഞ്ഞതാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്? എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിരുന്നു. ശരിയാണ്. വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? 20 വശമുള്ള ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണും എത്ര? എത്രയാണ് ആൻസർ കിട്ടിയത്? 20 വശങ്ങളുള്ള ബഹുഭുജമാണ്. 20 വശങ്ങളുള്ള ഒരു റെഗുലർ പോളിഗോൺ, സമബഹുഭുജാവുക അന്നേരം അല്ലെ? അതല്ലേ പറഞ്ഞേക്കണേ? അതിന്റെ എല്ലാ കോണുകളും തുല്യമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം റെഗുലർ പോളിഗോൺ ആണ്, അല്ലെങ്കിൽ സമബഹുഭുജമാണെന്നാണ് നമുക്ക് പറയാം. എല്ലാ കോണുകളും തുല്യമാണ് എങ്കിൽ അതിന്റെ ഓരോ കോണും എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഓരോ കോണും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കണം. അതായത് സം ഓഫ് ആംഗിൾസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോളിഗോൺ അല്ലെ? ആ സമബഹുഭുജം ഏതാണോ അതിന്റെ ആകെ തുക, കോണുകളുടെ തുകയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സം ഓഫ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ആംഗിൾസ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു അത്? n - 2 × 180. Yes, n - 2 × 180. n എന്ന് പറയുന്നത് 20 വശം, 20 ആണ്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് അതാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 20 - 2, 20ന്ന് 2 കുറച്ച് കിട്ടുന്ന ആൻസറിനെ 180 കൊണ്ട് ഗുണിക്കണം. അല്ലാതെ 20ന്ന് എന്താ പറയാ 2 കുറയ്ക്കുന്നതിന് മുമ്പ് 2നെ 180 കൊണ്ട് ഗുണിച്ചിട്ടല്ല കുറയ്ക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം അതിന് വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് കാണിക്കുന്നത്. അപ്പൊ 20ന്ന് 2 കുറച്ചാൽ നമുക്കറിയാം 18 ആണ്. 18 × 180 ആൻഡ് ആൻസർ ഈസ് എത്ര കിട്ടി? 3240. 3240. 18 × 18 നമുക്കറിയാം. 18ന്റെ സ്ക്വയർ 324 ആണ്. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 3240. This is the sum of angles of that particular polygon. ആ ബഹുഭുജത്തിന്റെ എത്ര വശങ്ങളാണ്? 20 വശമാണ്. അതിന്റെ പേരൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ 20 വശമുള്ള ആ ബഹുഭുജത്തിന്റെ കോണുകളുടെ ഉള്ളിലുള്ള കോണുകൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 3240 ആണ് കിട്ടുക. ഓക്കെ, ഇതിന്റെ ഒരു കോണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 20. എന്താ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തേ?
ബിക്കോസ് എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ കോണുകളും എല്ലാ ബഹുഭുജങ്ങൾക്കും ഉണ്ട്. എത്ര സൈഡ്സ് ആണ്, നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് ആംഗിൾസും. എത്ര കോണാണോ അത്രയും തന്നെ വശങ്ങൾ ഉണ്ടായിരിക്കും, എത്ര വശമാണോ അത്രയും തന്നെ കോണുകളും ഒരു ബഹുഭുജത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 324നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 162. 162 അല്ലെ, 162 ഡിഗ്രി വീതമാണ് ആ ഓരോ ഇന്നർ ആംഗിൾസും, ഓരോ കോണിന്റെയും അകത്തെ കോണുകളുടെ അളവുകളാണ് പറഞ്ഞത്. ഈക്വൽ ആണ്, എല്ലാം 162 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അടുത്തത് 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും ഓരോ പുറക്കോണും കാണുക. 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ പുറത്തുള്ള കോണുകളും നമ്മൾ ഓരോന്നും കാണണം, അകത്തുള്ള കോണും. അപ്പൊ സമബഹുഭുജം എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ്. എന്തിന്? സമബഹുഭുജമാണെങ്കിൽ മാത്രമാണ് അതിന്റെ ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആവുള്ളൂ. സമം എന്ന് പറയുമ്പോൾ എവറിത്തിങ് ഈക്വൽ, ആംഗിൾസ് ഓൾസോ ഈക്വൽ ആൻഡ് ദ സൈഡ്സ്, വശങ്ങളും അതുപോലെ തന്നെ കോണുകളും തുല്യമാകും. അതുകൊണ്ടാണ് അതിനെ റെഗുലർ സമ ബഹുഭുജം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ അകക്കോണും കാണണം, ഓരോ പുറംകോണും കാണണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണ്ടേ? അകക്കോണും പുറംകോണും കാണണമെങ്കിൽ ഏത് വെച്ച് ചെയ്യാൻ പറ്റും നമുക്ക്? ആദ്യം സം കണ്ടിട്ട് 15 വർഷമാണ് പറഞ്ഞേക്കണത്. സം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇന്നർ ആംഗിൾ ഒരെണ്ണം കിട്ടും. അതല്ലെങ്കിലോ ഇനി അതർവൈസ് മറ്റേതെങ്കിലും വഴിയുണ്ടോ? മറ്റു വഴിയൊന്നുമില്ല. 360 360 നമുക്ക് 15 ഉണ്ട്. അതായത് 15 ഇന്നർ ആംഗിൾസ് ഉണ്ടെങ്കിൽ 15 തന്നെ ഔട്ടർ ആംഗിൾ ഉണ്ട്. ഓരോ ഇന്നറിന്റെയും പുറത്തേക്കുള്ള ആംഗിൾസ് ആണ് 15 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. അപ്പൊ 360 ഹരണം 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഔട്ടർ ആംഗിൾ കിട്ടും. ഏത് കിട്ടും? 1 ഔട്ടർ ആംഗിൾ, ഒരു പുറത്തെ കോൺ കിട്ടും അല്ലെ. പുറം കോൺ ഒരെണ്ണം നമുക്ക് കിട്ടും. അപ്പൊ പുറം കോൺ ഒരെണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ബാക്കിയെല്ലാ പുറം കോണുകളും. ഇനി അകത്തെ കോൺ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന്, അതായത് നമുക്ക് 180ൽ നിന്ന് പുറം കോൺ എത്രയാണോ കിട്ടിയത് അത് മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണോ ചെയ്തത്? ഏതെങ്കിലും രീതിയിൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 20 വശമാണ്, 20 - 2 × 180 ചെയ്യാം. അപ്പൊ നമുക്ക് അകത്തെ കോൺ ആയിരിക്കും കിട്ടുക. ഇത് പുറം കോൺ വെച്ചിട്ടാണെങ്കിൽ 360/15 ചെയ്യാം. അകത്തെ കോൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ n - 2 × 180 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കിട്ടും. ആ കിട്ടിയതിന് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു അകത്തെ കോൺ, അതായത് ആന്തരകോൺ എന്ന് പറയുന്നത് അല്ലെ, ഒരു അകക്കോൺ അല്ലെങ്കിൽ ആന്തരകോൺ കിട്ടും. എന്നിട്ട് അത് 180 കുറച്ച് കഴിഞ്ഞാൽ ഔട്ടർ ആംഗിൾ കിട്ടും. 360 ഹരണം 15 എത്ര കിട്ടിയ? ഔട്ടർ ആംഗിളിന്റെ അളവ് എത്ര കിട്ടിയത്? 24 അല്ലെ, 24 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഒരു പുറംകോണാണ് 24 ഡിഗ്രി. ഒരു പുറംകോണാണ് 24 ഡിഗ്രി. സോ വാട്ട് ഈസ് 1 ഇന്നർ ആംഗിൾ? അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 -24 മൈനസ് ചെയ്താൽ മതി. വെരി ഗുഡ്. 180 24 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 156 ഡിഗ്രി അല്ലെ, 156 അല്ലെ, 156. അതിന്റെ കൂടെ 24 കൂടി ചേരുമ്പോഴാണ് 180 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ഒക്കെ തമ്മിലുള്ള ബന്ധം. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്ക് ഔട്ടർ ആംഗിൾ തന്നിട്ട് നമുക്ക് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നർ ആംഗിളിന്റെ സം കണ്ടാലും നമുക്ക് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം നമുക്ക് എന്താ പറയാ, സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എന്താ പറയാ, ബഹുഭുജങ്ങളുടെ പോളിഗോൺസിന്റെ ആംഗിൾസ് അതുപോലെ തന്നെ അതിന്റെ വശങ്ങൾ ഒക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അതുമായിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആ ഭാഗത്ത് കണ്ടതായിരുന്നു, സർക്കിൾസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, മനസ്സിലായോ? ക്ലിയർ അല്ലേ പറയുന്ന കാര്യങ്ങൾ? സൗണ്ട് ഒന്നും വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ സൗണ്ടിന്? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗോൺ ഹാവിംഗ് 11 സൈഡ്സ് ഫ്രം 1 വെർട്ടെക്സ്? അതായത് ഒരു ബഹുഭുജത്തിന്റെ ഒരു എന്താ പറയാ കോണ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ്, ഒരു ശീർഷം, ഒരു ശീർഷത്തിൽ നിന്നും മറ്റ് എതിർ ശീർഷങ്ങളിലേക്ക് വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അതായത് ഒരു ബഹുഭുജത്തിന്റെ ഒരു കോണിന് മറ്റ് എതിർ ശീർഷങ്ങളിലേക്ക് വരയ്ക്കാവുന്ന കോണുകൾ വികർണങ്ങളുടെ എണ്ണം 11 വശങ്ങളുള്ളതാണ് കേട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്.
11 വശങ്ങളുള്ള എന്നുണ്ടായിരുന്നു കേട്ടോ. മലയാളം ക്വസ്റ്റ്യനിൽ 11 കാണാനില്ലല്ലോ. 11 വശമുള്ള ബഹുഭുജത്തിന്റെ വേണേ ഒന്ന് ആഡ് ചെയ്തേക്കണേ. അവിടെ 11 വശമുള്ളന്ന് ആഡ് ചെയ്യണം കേട്ടാ. മലയാളത്തില്, ഇംഗ്ലീഷില് കറക്റ്റ് ആണ്, ക്വസ്റ്റ്യനിലുണ്ട്. മലയാളത്തിലേക്ക് വന്നപ്പോ അതിനകത്ത് 11 വശം എന്നില്ല, ഒരു ബഹുഭുജത്തിന്റേത് മാത്രമേ പോയി. ഓക്കെ, നമുക്കൊന്ന് പരിശോധിക്കാം അതെങ്ങനെയാ വരികയെന്ന്. ഒരു വെർട്ടെക്സിൽ നിന്നാണ്, ഒരു ശീർഷത്തിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ, ഞാൻ അതിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒറ്റ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കാൻ പാടുള്ളൂ. ഒറ്റ വെർട്ടെക്സിൽ നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. അതാണ് പറയണേ. ഒരു വികരണത്തിന്റെ മുകളിൽ കൂടി കവർ ചെയ്ത് പോകാതെ ഒരു വെർട്ടെക്സിന് എത്ര വികരണങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. നോക്കിയേ, ഇതിപ്പോ എത്ര വശമുണ്ട്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ചതുർഭുജം എന്ന് പറയുമ്പോൾ എത്ര വശമുണ്ട്? 4 വശം. 4 വശം. ആ 4 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു വെർട്ടെക്സിൽ നമുക്ക് എത്ര വികരണം വരയ്ക്കാം? 2 രണ്ടെണ്ണം. ഒരെണ്ണം. രണ്ടെണ്ണം എങ്ങനെ വരയ്ക്കാം? നോക്ക് നിങ്ങൾ. മറ്റേതിൽ കൂടി മീനെ കൂടി കയറി പോവില്ല, അങ്ങനെ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒറ്റ വെർട്ടെക്സിൽ നിന്ന്, ഒരു ശീർഷത്തിൽ നിന്ന് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരെണ്ണം അല്ലെ, ഒരു ശീർഷത്തിൽ നിന്ന് ഒരെണ്ണമാണ്. ഇനി ഇതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് വരയ്ക്കാനില്ല. ഇതേ ശീർഷത്തിൽ നിന്ന് തന്നെ വേറെ വരയ്ക്കണമായിരുന്നെങ്കിൽ, പക്ഷെ അവിടെ നിന്ന് വരയ്ക്കാൻ ഇനിയില്ല. കാരണം ഒരു ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് മാത്രമേ അത് ഇനി നമുക്ക് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 4 വശമുള്ളതില് നോക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 4 വശമുള്ളതിന് നമുക്ക് ഒരു വികരണമാണ് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, നമുക്ക് വേറൊരു ഫിഗർ നോക്കാം. വേറൊരു പോളിഗോൺ 5 സൈഡ്സ് ഉള്ളത്, വിച്ച് കോൾഡ് പെന്റഗൺ. നമുക്കൊരു പഞ്ചഭുജം 5 വശമുള്ളതാണ്. ഞാൻ ഒരു വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റിലേക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റിലേക്ക് വരച്ചു. ഇനി വരയ്ക്കാൻ പറ്റുമോ? ഇനി വരച്ചാൽ കയറി ഒരെണ്ണത്തിന്റെ മീനെ കൂടി കവർ ചെയ്ത് പോകും, കട്ട് ചെയ്ത് പോകും. ബൈസെക്ട് ചെയ്ത പോലെ പോകാൻ പാടില്ല. എന്താ പറയാ, അങ്ങനെ കവർ ചെയ്ത് എന്താ പറയാ ഡിവൈഡ് ചെയ്ത് ഒരു ലൈനിനെ മുകളിൽ കൂടി കയറി പോകാൻ പാടില്ല. അപ്പൊ ഈ 5 സൈഡ്സ് 5 വശമുള്ള പഞ്ചഭുജം വരച്ചിട്ടുണ്ട്. അതിന് എത്ര ഡയഗണൽ വന്നിട്ടുണ്ട്? 2 വന്നിട്ടുണ്ട്. ഓക്കെ, 2 ഡയഗണൽ വന്നിട്ടുണ്ട്. 5 വശമുള്ളതിന് 2 ഡയഗണൽ. നമുക്ക് വീണ്ടും ഒരു 6 വശമുള്ള ഒരു ബഹുഭുജം കൂടി വരച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാനാണ്. ഓക്കെ, ഇതാണ് 6 വശമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പൊ 6 വശമുള്ളതിന് എനിക്ക് എത്ര ഡയഗണൽസ് കിട്ടി? 6 സൈഡ്സ് ഉള്ളതിന് എത്ര ഡയഗണൽസ് കിട്ടി? 3 ഡയഗണൽസ്. ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് ആ വശങ്ങളുടെ എണ്ണവും ഒരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും റിലേഷൻ? 3 കുറവായിരിക്കും. യെസ്, 3 കുറവാണ്. ദാറ്റ് മീൻസ് എത്രയാണോ വശങ്ങളുടെ എണ്ണം, ആ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാൽ we will get the number of diagonals can be drawn from one vertex. ഒരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ ആ വശങ്ങളുടെ എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്ന് 3 കുറച്ചാൽ മതി. എത്ര വശം ഉണ്ടതായാലും. അല്ലാണ്ട് നമുക്കിപ്പൊ 6 എനിക്ക് വരയ്ക്കാൻ പറ്റി, 7 വേണമെങ്കിൽ വരയ്ക്കാം, 8 വരയ്ക്കാം. ഇനി 9, 10 ഒക്കെ സൈഡുകൾ വരച്ചിങ്ങനെ ഇതുപോലെ വികരണങ്ങൾ വരച്ച് എണ്ണി നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ വി ക്യാൻ കൺക്ലൂഡ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്: വികരണങ്ങളുടെ എണ്ണം ഒരു വെർട്ടെക്സിൽ നിന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങനെ വരച്ച് പോകണം, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പൊ ഒരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ n-3 ചെയ്താൽ മതി. വശങ്ങളുടെ എണ്ണം എത്രയാണോ അതിൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 11 വശമുള്ള ബഹുഭുജം. അതിന് എത്ര വികരണങ്ങൾ വരയ്ക്കാൻ ചോദ്യം? എത്രയാ? 8. എത്ര കിട്ടിയത്? 8. ഹലോ, കേൾക്കണല്ലോ, സൗണ്ട് പോയാ? ഹലോ 8. 8. റേഞ്ച് കട്ടായിക്കൊണ്ടാ? ഇല്ല, ക്ലിയർ ആണ്. ആണാ? പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കേൾക്കണല്ലോ നിങ്ങൾ പറയുന്നത്. ഇപ്പൊ കേട്ടു, നേരത്തെ ഞാൻ ചോദിച്ചപ്പോ മറുപടി. അപ്പൊ 8 വശമാണ്. അപ്പൊ എങ്ങനെ കിട്ടിയത്? എത്ര വശമാണ് നമുക്ക് തന്നിരുന്നത്? 11 വശമായിരുന്നു. 11ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പൊ എത്ര വശങ്ങളുള്ള നമ്മുടെ ബഹുഭുജമായാലും അതിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നാണ്. ഇനി വേറെ എല്ലാ വെർട്ടെക്സിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അത് വേറെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഒറ്റ ശീർഷത്തിൽ നിന്ന് നമുക്ക് വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണമാണ് കാണേണ്ടതെങ്കിൽ മൊത്തം എത്ര സൈഡ് ഉണ്ടോ അതിൽ നിന്ന് 3 കുറച്ചാൽ മതി. n-3 ആണ്. ഓക്കെ, അപ്പൊ 8 ആണ് ഇപ്പൊ നമ്മുടെ ഈ തന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ?
അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് an angle of a regular polygon is 150 എന്നാക്കണം കേട്ടോ. അത് 150 ആണ്. എനിക്ക് തോന്നുന്നു 130 തോന്നണം അവര് എഴുതി തന്നത്. ഐ തിങ്ക് സോ. ആണോ? 3 ഇരട്ടി 130 തന്നത്. 150 ആക്കണേ. 150 ആക്കിയിട്ട് കണക്ക് ചെയ്തേ. ഇഫ് an angle of a regular polygon is 150, 150, how many sides does it have? ഒരു സമ ബഹുഭുജത്തിന്റെ ഒരു കോൺ, ഉള്ളിലുള്ള ഒരു കോണാണ് ഉദ്ദേശിക്കുന്നത്. പുറം കോണാണെങ്കിൽ എടുത്ത് പറയും, പുറം കോൺ എന്ന് എടുത്ത് പറയും. ഇവിടെ ഒരു കോണെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ബഹുഭുജത്തിന്റെ ഉള്ളിലുള്ള കോണാണ്. എല്ലാ കോണുകളും എത്ര തന്നെയാണ്? ഒരു കോൺ 150 എന്ന് പറഞ്ഞു. എല്ലാ സമബഹുഭുജം ആയതുകൊണ്ട് എല്ലാ കോണും 150 ഡിഗ്രി ആയാൽ അതിന് എത്ര വശങ്ങൾ ഉണ്ട് എന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കിട്ടും ആൻസർ ഒന്ന് നോക്കി വേഗം. 30 വെച്ചാണ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അന്ന് തിരിച്ച് ചെയ്യാട്ടാ. എത്ര കിട്ടാം? 12 എല്ലാവർക്കും കിട്ടിയോ നോക്ക. 10, 8, 12, 14 എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 12 കിട്ടിയിട്ടുണ്ടോ നോക്കാം. കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ഓക്കെ, 12. ക്ലാസ് എപ്പോഴും മിസ് ഇതിന്റെ ക്ലാസ് എപ്പോഴാണ് ഇടുന്നത്? ഇതിന്റെ ഗൂഗിൾ ക്ലാസ് റൂമില് ക്ലാസ് ഈ ക്ലാസ്സോ? അത് നാളെ രാവിലെ. നാളെ എത്ര മണിക്ക്? അയ്യോ സമയം എനിക്ക് അറിയില്ല. എത്ര മണിക്കാണ് ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഇതിനു മുമ്പൊക്കെ വന്നോണ്ടിരുന്നത് എപ്പോഴാ? അപ്പൊ തന്നെ ആയിരിക്കും. ആണല്ലേ? ശരി, ഓക്കെ. അപ്പൊ 12 സൈഡ്സ് ആണ്. 12 വശങ്ങൾ. ആർക്കും സംശയമില്ലല്ലോ? എടുത്ത് പറയണ്ടല്ലോ? വേണ്ട. ഓക്കെ. അടുത്തത് വീണ്ടും ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗോൺ whose sum of all interior angles is 2160 ഡിഗ്രി. ഒരു സമബഹുഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക 2160 ആയാൽ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുക. എത്ര വശമുണ്ട്? 14 ആണോ? 14. എല്ലാവർക്കും 14 കിട്ടിയിട്ടുണ്ടോ? കിട്ടി. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടാ. ഒരാൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ, അയ്യോ ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചൊന്നും ആരും ഇരിക്കണ്ട. എല്ലാവർക്കും പറഞ്ഞു തരാൻ വേണ്ടിട്ടാ നമ്മൾ ഇവിടെ വന്നേക്കണേ ഇരിക്കണത്. ഒരാൾക്ക് പോലും ആൻസർ കിട്ടാതെയും പോകരുത്. പറയണം. ഓക്കെ. നമുക്ക് തന്നിരിക്കുന്നത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, ആന്തര കോണുകളുടെ തുകയാണല്ലോ നമുക്ക് തന്നേക്കണേ. ആന്തര കോണുകളുടെ തുക നമുക്ക് തന്നേക്കണത് എത്രയാണ്? 2160. നമുക്ക് ആന്തര കോണുകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണത്? n-2 ആ n-2 എത്രയാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n-2 അവിടെ തന്നെ നിർത്തിയിട്ട് ഈ 2160 അടുത്തേക്ക് നമ്മുടെ ഇൻഡു ചെയ്യാനുള്ള 180 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താകും അറിയാമോ? അത് ഹരണമാകും, ഡിവിഷൻ ആകും. ഓക്കെ. ആ ഇൻഡു ചെയ്യാനുള്ള n-2 ഇൻഡു 180 എന്നാണ്. ആ ഇൻഡു 180 ഇൻഡു കൊണ്ടുപോയി ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലേക്ക്, ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോ അത് ഇൻഡു മാറി ഡിവിഷനായി. അപ്പൊ 180 ഹരണമായി. 0 വെട്ടിക്കളയാം. 216 കറക്റ്റ് ആയിട്ട് എത്ര പ്രാവശ്യം പോകും? 216 12 പ്രാവശ്യം. നോക്കിയേ. 18നെ കൊണ്ട് 216 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വെട്ടിപ്പോയി. 216 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ആണ്. 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. 216 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ n-2 ആണ് 12. അങ്ങനെയാണെങ്കിൽ n കാണണമെങ്കിൽ എന്ത് ചെയ്യണം? n-ന്ന് 2 കുറച്ചാലാണെന്ന് 12. അപ്പൊ 12 -2 ഇപ്പുറത്തേക്ക് കൊണ്ടിരുമ്പോ എന്താകും? +2 ആകും. അപ്പൊ n = 14. അങ്ങനെയാണ് ആ 14 നമ്പർ ഓഫ് സൈഡ്സ് 14 ഉദ്ദേശിക്കുന്ന വശങ്ങളുടെ എണ്ണം. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗോൺ ഹാവിംഗ് 11 സൈഡ്സ്? 11 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ആകെ വികരണങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത് കേട്ടോ. അത് നേരത്തെ ചോദിച്ച പോലെയല്ല. നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന വികരണങ്ങളുടെ എണ്ണമാണ്, ഒറ്റ ശീർഷത്തിൽ നിന്ന് വരയ്ക്കുന്ന വികരണങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ശീർഷം എടുത്തു പറഞ്ഞിട്ടില്ല. എത്ര എന്താ പറയാ ഡയഗണൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? 11 വശങ്ങളുള്ള പോളിഗോണിൽ നമുക്ക് എത്ര വികരണങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നാണ്.
അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ നമുക്കൊന്ന് നേരത്തെ ചെയ്ത പോലെ ഒന്ന് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു എന്താ പറയാ പെന്റഗൺ വരയ്ക്കുകയാണ്. പെന്റഗൺ 5 വശമുള്ളത്. അപ്പൊ ഞാൻ ദേ വരച്ചിട്ടാ 1 ഇവിടുന്ന് വരച്ചു, പിന്നെ 2 ഇവിടുന്ന് വരച്ചു. ഇവിടെ മറി എന്താ പറയാ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ വരച്ചു, പിന്നെ ദേ ഇങ്ങനെ വരച്ചു. അതായത് എല്ലാ വെർട്ടെക്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോജിപ്പിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഡയഗണൽസ് വരച്ചിട്ടുണ്ടെന്ന് നോക്കി പറഞ്ഞേ. എത്ര ഡയഗണൽസ് വരച്ചിട്ടുണ്ട്? 5. 5. ഉറപ്പാണല്ലോ? 5 തന്നെയല്ലേ? 5. ആ, ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചേ. യെസ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മള് 5 വശമുള്ള പഞ്ചഭുജം വരച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് വരയ്ക്കാവുന്ന എന്താ പറയാ ഡയഗണൽസിന്റെ എണ്ണം അവിടെ ഒരു വെർട്ടെക്സിൽ നിന്ന് എടുത്തു പറയത്തില്ല. ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു ശീർഷത്തിൽ നിന്ന് പറയുമ്പോഴാണ് നമ്മള് ആ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാൽ മതി, അപ്പൊ നമുക്ക് കിട്ടും. അതേസമയം ഒരു വെർട്ടെക്സിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ടോ അതിന്റെയൊക്കെ ഓപ്പോസിറ്റിലേക്ക് യോജിപ്പിച്ചാൽ നമുക്ക് എത്ര വികരണങ്ങൾ കിട്ടും. ആകെ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ഇക്വേഷൻ വീണ്ടും ഉണ്ട്. എന്താണെന്നറിയാമോ? n × n-3/2 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? n × n-3/2. n × n-3/2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ വെച്ച് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ, കൺഫേം ചെയ്യണ്ടേ? n എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണമാണ്. 5 × 5-3/2 ആണ്. ഓക്കെ, 5 × 5-3/2. ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പൊ 5 × 5-3 ആണ്. അപ്പൊ അതുകൊണ്ട് ഇൻറ്റു ഇട്ടു. 5-ന്ന് 3 കുറച്ചാൽ നമുക്കറിയാം 2 ആണെന്ന്. 2/2. ദാറ്റ് ഈസ് 5 × 2. വേണമെങ്കിൽ അത് ഗുണിച്ചിട്ട് /2 ചെയ്യാം, അല്ലെങ്കിൽ 2 2-ല് ഒരു പ്രാവശ്യം പോവും, അങ്ങനെയും ചെയ്യാം. 5 × 1 5 വികരണങ്ങൾ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റിലുള്ള ഏതെങ്കിലുമൊക്കെ ശീർഷങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള വികരണമാണെങ്കിൽ കണ്ടുപിടിക്കാൻ n × n-3/2 ആണ്. അതേസമയം ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന വികരണങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ n-3 മാത്രം ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 11 വശമുള്ള നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 11 വശമുള്ള ആ ഒരു ബഹുഭുജത്തിന് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റുന്നു? വേഗം നോക്കിയെന്ന് പറഞ്ഞേ. 44. 44 എന്നാണ് പറയണേ. ശരിയാണോ നോക്കി എല്ലാവരും? 44 കിട്ടിയല്ലോ? കിട്ടി മിസ്സേ. ഓക്കെ, ആർക്കും സംശയമില്ലല്ലോ? പറയുകയാണെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. സംശയം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ if its perimeter is numerically equal to thrice its area? ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് പരപ്പളവിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 3 മടങ്ങ് ആയാൽ വൃത്തത്തിന്റെ ആരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതൊരു ന്യൂമറിക്കൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അളവും തന്നിട്ടില്ല. പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവിന്റെ 3 ഇരട്ടി. ചുറ്റളവ് എന്ന് പറയുന്നത് പരപ്പളവിന്റെ 3 ഇരട്ടി. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ചുറ്റളവ്, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് പരപ്പളവിന്റെ 3 times 3 ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് എന്നാണ് ചോദ്യം. അങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാലോ വൃത്തത്തിന്റെ ചുറ്റളവ് കാണാൻ എന്തെങ്കിലും ഇക്വേഷൻ അറിയോ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ? 2πr. 2πr. ഓക്കെ, വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് സർക്കിൾ കാണാൻ ഇക്വേഷൻ ആണ് 2πr. ആൻഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സർക്കിൾ? വൃത്തത്തിന്റെ പരപ്പളവ് കാണാനോ? πr square. πr². ഓക്കെ, ഇനി ഇവര് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ ഈക്വൽ ആണെന്നല്ല. ചുറ്റളവ് എന്ന് പറയുന്നത് പരപ്പളവിന് ഈക്വൽ ആണെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? പരപ്പളവിന്റെ 3 ഇരട്ടി. 3 ഇരട്ടി എന്ന് പറയുമ്പോ എന്താ? × 3 അല്ലേ? 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? × 3 ആണ്. +3 ആണോ വരണ്ടേ? ആണോ? അല്ല. അപ്പൊ 2πr എന്ന് പറയുന്നത് ചുറ്റളവ് എന്ന് പറയുന്നത് പരപ്പളവിന്റെ 3 ഇരട്ടി, അതായത് 3 × πr² തുല്യമാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. 3 × πr². അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഈ സംഖ്യകളെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മറ്റേ സംഖ്യ അല്ലാത്ത കുറച്ച് സിമ്പിൾസും മറ്റു സാധനമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് മറുവശത്തേക്ക് കൊണ്ടുപോകാം. സംഖ്യകൾ മാത്രമായിട്ട് ഒരു സ്ഥലത്തേക്ക് നിർത്താം. അപ്പൊ 2
അടുത്തേക്ക് നമുക്ക് ആ 3 കൊണ്ടുവരാണ്. 3 ഇൻറ്റു ചെയ്യാനുള്ളതല്ലേ 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്താകും, ബൈ ആകും അല്ലെ. by 3. അപ്പൊ 2/3 ഈക്വൽ ടു πr² അവിടെ തന്നെ കിടക്കട്ടെ. അപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്ന dπr ഈ രണ്ടാമത് അപ്പുറത്ത് 2πr കൂടെ കിടക്കുന്ന πr ആ 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതായിരുന്നു. ഞാൻ അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ അതെന്താകും, ഡിവിഷൻ. അപ്പൊ 3 ഇപ്പുറത്തേക്കും കൊണ്ടുവന്ന് πr താഴത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ആ ഇൻഡു ചെയ്യാനുള്ളത് 2 സ്ഥലത്തേക്ക് പോകുന്നപ്പോ അത് ഡിവിഷൻ ആയി. അപ്പൊ 2/3 ഈക്വൽ ടു πr² πr എന്നാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈയും വെട്ടിപ്പോകും. പൈയിൽ ഒരു പ്രാവശ്യം വെട്ടിപ്പോകും. ഈ താഴെ കിടക്കുന്ന ഒരാറ് മുകളിൽ കിടക്കുന്ന r² ഒരെണ്ണമായിട്ട് വെട്ടിക്കളഞ്ഞാൽ ആൻഡ് റിമൈനിങ് ബാക്കി എന്താ ഉള്ളത് അവിടെ, r is equal to 2/3. സ്ക്വയറിലെ ഒരു ആറേ പോയുള്ളൂ, ബാക്കി ഒരു ആറ് അവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് r is equal to എത്ര കിട്ടി നമുക്ക്, 2/3. 3. റേഡിയസ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ റേഡിയസ് നമുക്ക് കിട്ടിയത് 2/3 ആണ്. 2/3 is the radius of the circle. അപ്പൊ പരപ്പളവിന്റെ 3 ഇരട്ടിയാണ് നമ്മളുടെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഇക്വേഷൻ ആ രീതിയിൽ നമുക്കൊന്ന് ഫോം ചെയ്ത് അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ കൊണ്ടുപോയി വേരിയബിൾസ് ഒക്കെ ഒരു സ്ഥലത്ത് കാണാം, സംഖ്യകളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പൊ അത് ഇതുപോലെയുള്ള നമ്മളുടെ ഫോർമുലാസ് സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ 2/3 ദാറ്റ് ഈസ് ദ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് 2/3 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഷോൺ ഇൻ ദ പിക്ചർ ഓർ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഒരു ചിത്രം അവിടെ കാണിച്ചിട്ടുണ്ട്. ചിത്രം സർക്കിളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ക്വസ്റ്റ്യൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർക്കിൾസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്തത് തന്നെ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് സർക്കിൾ അല്ലെ. സർക്കിൾ വരയ്ക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താ പറയാ സർക്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താ? സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തറിയണം? ആരം, റേഡിയസ് ആണ്. അപ്പൊ സർക്കിൾ എന്ന് പറയുന്നത് വരയ്ക്കണമെങ്കിൽ തന്നെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ്, ദാറ്റ് മീൻസ് നമുക്ക് ആ സർക്കിളിനെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് വേണം. അതിനെയാണ് നമ്മൾ റേഡിയസ് വിളിക്കുക. അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് ഏതെങ്കിലും സർക്കിളിന്റെ പോയിന്റിലേക്ക് നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ വര, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓഫ് ദ സർക്കിൾ. അതായത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും, ഇപ്പൊ ഒന്ന് മാർക്ക് ചെയ്തത് കേന്ദ്രമാണ്, സെന്റർ. അവിടെ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും പോയിന്റിലേക്ക്, ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്, എയിലേക്കോ, മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ബിന്ന് അവിടേക്കോ, മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്ന് അവിടേക്കോ, എവിടേക്കാണെങ്കിലും വരച്ചോ. സെന്ററിൽ നിന്ന് ഏതെങ്കിലും പോയിന്റിലേക്ക് ഓൺ ദ സർക്കിളിന് മുട്ടിക്കുന്ന ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അളന്നു നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അത് വൃത്തത്തിന്റെ ആരമാണ്. ആരം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഒരു എയിലേക്കുള്ള ദൂരവും ബിയിലേക്കുള്ള ദൂരവും പിയിലേക്കുള്ള ദൂരവും ഓയിൽ നിന്ന് സെയിം തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയസ്. റേഡിയസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആർ. സ്മോൾ ലെറ്റർ ആർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരിക്കട്ടെ, അതിന്റെ ബാക്കി ഭാഗം നമുക്ക് പറയാം. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇതില് ഈ പിക്ചറില് അല്ലെങ്കിൽ ആ ഫിഗറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്, അല്ലെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിന് വിളിക്കുന്ന പേരാണ് വൃത്താംശം, അല്ലെങ്കിൽ സെക്ടർ എന്നാണ് വിളിക്കുക. നമ്മൾ കേക്ക് ഒക്കെ മുറിക്കില്ലേ, കേക്ക് മുറിക്കുമ്പോ അതിൽ എങ്ങനെ മുറിക്കുക, ഒരു ഏകദേശം ഒരു സെന്റർ കൃത്യം പോയിട്ട് സ്കെയിൽ അളന്നുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ മൊത്തം ഡയമീറ്റർ കേക്കിന് എത്രയുണ്ട്, അതിന്റെ സെന്ററിൽ കുത്തി അത് റേഡിയസ് ഇവിടെയാണെന്ന് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ കേക്ക് മുറിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഏകദേശം അല്ലെ, നമുക്കൊരു ഒത്തിരി അത്യാവശ്യമായി നമ്മൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യാ, ഏകദേശം ഒരു സെന്റർ ഇന്നതാണെന്ന് വിചാരിച്ചിട്ട് അവിടെ കുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ താഴോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ആ റൗണ്ടിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുക്കുന്നത് അല്ലെ. നമ്മള് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിലൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുറിക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ്. ഞാൻ മീൻ ചെയ്യുന്നത് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പ്, ഒരുപാട് ഷേപ്പിലൊക്കെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഒരു സർക്കിൾ ഷേപ്പിലുള്ള കേക്കിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഏകദേശം സെന്ററിൽ കുത്തിയിട്ട് നമ്മൾ ഒരു ഭാഗം ഇട്ട് മുറിച്ചു കൊണ്ടിരിക്കും. ആ ഒരു ഭാഗം, അതാണ് സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പോർഷൻ. അപ്പൊ ഇവിടെ നമ്മളോട് സെക്ടറിന്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്, വൃത്താംശത്തിന്റെ പരപ്പളവ്. നമ്മുടെ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ? πr² πr² into x degree by
360 അല്ലെ? അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 അതാണ്. അതായത് മൊത്തം വൃത്തത്തിൽ നിന്ന് ഒരു കഷ്ണം, ആ ഒരു സെൻട്രൽ ആംഗിൾ, അതായത് ആ കട്ട് ചെയ്ത് എടുക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ്, ആ ഒരു ഭാഗം, ഇതിപ്പോ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമുള്ള കുറിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ആ പോർഷൻ അവിടെ നിങ്ങൾ നീക്കുകയാണ്. അതുകൊണ്ട് ആ ആംഗിൾ ആണ് ഇവിടെ എക്സ് ഡിഗ്രി എന്ന് വെച്ചാൽ 360 ഒരു ഭാഗമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. ആ 360 ഭാഗം, അതുകൊണ്ടാണ് 360 താഴെയും ആ ഒരു മെഷർമെന്റ് ഓഫ് ആംഗിൾ, സെൻട്രൽ ആംഗിൾ, എവിടെ നിന്നാണോ മുറിച്ചെടുക്കുന്ന ഭാഗം അതിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രലിൽ കുത്തിയിട്ട് എടുക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് വിളിക്കും. ആ കേന്ദ്രകോണിന്റെ അളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വൃത്താംശത്തിന്റെ പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ആംഗിളിന്റെ റേഡിയസ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ, 6 സെന്റിമീറ്റർ ആണ്. ഫിഗറിൽ അവർ നോട്ട് ചെയ്തോ എന്നെനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് പറയണേ. 60 ഡിഗ്രി ഇതിവിടെ ഉള്ളില്, അതായത് സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. പക്ഷെ ഒരു സൈഡ് തന്നിട്ടില്ല, അല്ലെങ്കിൽ റേഡിയസ് തന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇല്ലേ, തന്നായിരുന്നോ? തന്നിട്ടുണ്ടോ? ഇവിടെ 60 ഡിഗ്രി, ഇത് RCM. പറയാരെങ്കിലും? തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടില്ല. തന്നിട്ടില്ല. അപ്പൊ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണേ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ, കണ്ടുപിടിച്ചേ. മോക്ക് ടെസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ ഇപ്പൊ? എന്തോ മോക്ക് ടെസ്റ്റ് ഒന്നും വരുന്നില്ല? മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നില്ല. മോക്ക് ടെസ്റ്റ് ആണോ? ഒന്നും വരുന്നില്ല. അതായത് ആർക്കൂല്ലെന്നാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂറേഷൻ കഴിഞ്ഞതുകൊണ്ടാണോ? നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണോ? അങ്ങനെയും ആകാം. ചിലപ്പോ അങ്ങനെ കഴിയാത്തവരുടെ ആ ഒരു എന്താ പറയാ, ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക്, കംപ്ലീറ്റ് ആവാത്തവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം. ചിലപ്പോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരുടേതായിരിക്കാം തരാതെ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ്. അതൊന്നും അന്വേഷിക്കും നിങ്ങള്. നമുക്കറിയാലോ നമ്മൾ ജോയിൻ ചെയ്ത സമയമൊക്കെ, അപ്പൊ അതനുസരിച്ച് നോക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടി? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി ആണ്. പൈയുടെ വാല്യൂ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മാത്രമേ പൈയുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പൈ നമുക്ക് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോ 6 ആണ് തന്നേക്കണേ. അപ്പൊ ഇനി നമ്മള് ഇങ്ങനെ സ്ക്വയർ ചെയ്ത് എഴുതുകയോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ 6 ഇൻറ്റു 6 ഇപ്പൊ ഞാൻ എഴുതിയേക്കണേ. 6ന്റെ സ്ക്വയറിന് പകരം ഞാൻ 6 ഇൻറ്റു 6 എഴുതി. ഇൻറ്റു എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രിയുടെ സ്ഥാനത്താണ് നമ്മൾ ആ സെന്ററിൽ വന്നേക്കണം മുറ്റ ഭാഗത്തിന്റെ ആംഗിൾ, അതാണ് അവിടെ കൊടുക്കേണ്ടത്. 60 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 0 വെട്ടാം. 36 വെട്ടുമ്പോ മുകളിൽ കിടക്കുന്ന 2 6കൾ വെട്ടിക്കളയും അല്ലെ? 6 ഇൻറ്റു 6 36 ആണ്. അപ്പൊ മുകളിലത്തെ 2 6, താഴത്തെ ഒരു 36 ക്യാൻസൽ ചെയ്താൽ ദ ആൻസർ ഈസ് 6 പൈ. 6 പൈ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ആണോ നോക്ക? 6 പൈ എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. 6 വെറും 6 മാത്രം കൊടുത്തിട്ടുണ്ട് ആൻസറിൽ. 6 സെന്റിമീറ്റർ സ്ക്വയർ, 6 പൈ സെന്റിമീറ്റർ സ്ക്വയർ, 8 സെന്റിമീറ്റർ സ്ക്വയർ, 8 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ 6 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 6 എന്ന് കണ്ട പാടെ തിടുക്കത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ പൈയൊക്കെ ചേർക്കണ്ടോന്ന് കൂടി നോക്കിയിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട്. പൈ വാല്യൂ ഗുണിച്ചിട്ടുണ്ടായിരുന്നില്ല, സോ പൈയുടെ വാല്യൂ നമ്മൾ ആൻസറിൽ എഴുതണം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വീണ്ടും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് കാണാനാണ്. എന്താണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പ്രത്യേകത? എവിടെയാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? എവിടെയാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ആർക്ക് ചാപം. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവിടെ തന്നിരിക്കുന്ന ഫിഗറിന്റെ പ്രത്യേകത ഇതാണ്. ഒരു സർക്കിളിനകത്ത് ഒരു ഹെക്സഗൺ, അതിന്റെ വെർപെക്സ് ഒക്കെ, ശീർഷങ്ങളൊക്കെ അതുമ്മ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇങ്ങനെ മുട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇൻസ്ക്രൈബ് ചെയ്യാന്ന് പറയില്ല, അതിനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. അപ്പൊ ആ ഒരു ചേർത്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു സർക്കിളാണ് ഇവിടെ വന്നേക്കണേ. അപ്പൊ ആ വെർടെക്സ് മുട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം അത് കണ്ടുപിടിക്കാൻ? എന്തൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്കത് കണ്ടുപിടിക്കാം?
ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ മാത്രം പരപ്പളവ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാകൂല. കാരണം ആ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ത് ഷേപ്പിലായിരിക്കുന്നത് അല്ലെ? കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റുമോ? ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം അതെന്ത് ഷേപ്പാ, ഏതെങ്കിലും അങ്ങനത്തെ ഷേപ്പിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമായിരിക്കാം? നമ്മളപ്പോ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങള്. അറിയാവുന്ന പറഞ്ഞോ, എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അതായത് നമുക്ക് അങ്ങനെ ഒരു രൂപം, അതായത് ഇപ്പൊ ഇങ്ങനെ സർക്കിളിന്റെ ഒരു രൂപത്തിൽ ഇരിക്കുകയാണ്. അതിനകത്ത് നിന്ന് ആ ഹെക്സഗൺ നമ്മളിങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെയൊക്കെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതേപോലെ ഇവിടെ ഇങ്ങനെ ഇത്തിരി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്തിരി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇത്തിരി ഷെയ്ഡ്, അങ്ങനെയൊക്കെയാണ് ഷെയ്ഡിങ് വന്നേക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗത്തെ മാത്രമായിട്ട് പരപ്പളവ് കാണാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും വേറെ മാർഗം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ മാത്രം പരപ്പളവ് കാണാൻ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ആ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ അകത്ത് വെർട്ടെക്സ് ഒക്കെ കറക്റ്റ് ഇങ്ങനെ വരുന്ന സർക്കിൾ മുട്ടുന്ന രീതിയിൽ ആണ് ഈ ഹെക്സഗണിനെ അതിനകത്തേക്ക് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ആ വൃത്തത്തിന്റെ പരപ്പളവ് കാണാം. ഏരിയ ഓഫ് സർക്കിൾ. സർക്കിൾ ഇല്ലേ, സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ ആണെന്ന് നമുക്കറിയാലോ. ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ അല്ലെ? പൈ ആർ സ്ക്വയർ ആണ് റേഡിയസ്. റേഡിയസ് വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനില്? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ പൈ ആർ സ്ക്വയറിനകത്ത് പൈയുടെ വിലയും അവർ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അത് ഉണ്ടായിരുന്നു. തന്നിരിക്കുന്ന ചോദ്യത്തിൽ അത് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ പ്രീവിയസ് ആയിട്ട് എപ്പോഴൊക്കെ ചോദിച്ചേക്കുന്ന ചോദ്യത്തിൽ നിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ അത്. പൈ ആർ സ്ക്വയറിൽ പൈയുടെ വില 3.14 ആണ്. ഐതർ 3.14 ഉപയോഗിക്കാം നമുക്ക്. പിന്നൊരു വിലയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പൈക്ക്. 22/7 കൂടി ഒരു വാല്യൂ ഉണ്ട്. 22/7 ഓർ 3.14. ഇതിന്റെ ഡെസിമൽ രൂപമാണ്. അതായത് 22/7 എന്നുള്ളതാണ് പൈയുടെ വില. അതിനെ ദശാംശത്തിലേക്ക് ആക്കുമ്പോൾ 3.14 ആകും. അല്ലെങ്കിൽ 3.14 എന്ന് പറയുന്ന ദശാംശത്തെ ഫ്രാക്ഷൻ ആക്കിയാൽ, ഇത് ഭിന്നസംഖ്യ ആക്കിയാൽ അത് 22/7 ആകും. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് തന്നിരിക്കുന്നത് 3.14 എന്ന് പറയുന്ന പൈയുടെ വിലയാണ്. അപ്പൊ 3.14 ഇൻറ്റു 10 സ്ക്വയർ. 10 റേഡിയസ് വന്നേക്കണേ. 3.14 ഇൻറ്റു എന്ത് വരും? അപ്പൊ 100. 10ന്റെ സ്ക്വയർ എത്രയാ? 100. 3.14 100 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് ആൻസർ വരിക? 314. അപ്പൊ അവിടെ ഇരിക്കട്ടെ. 314 വൃത്തത്തിന്റെ പരപ്പളവാണ്. പക്ഷെ വൃത്തത്തിന്റെ പരപ്പളവ് അത് മുഴുവനും വേണ്ട. അതിന്റെ ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അതിനെ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ കാണിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ തന്നിട്ടുണ്ട്. ഒരു 6 വശമുള്ള ഒരു ഹെക്സഗൺ. ഈ ഹെക്സഗണിന്റെ ഏരിയ കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്താ പോരെ? ആണോ? ചിന്തിച്ചേ. അല്ലേ? സർക്കിളിനകത്താണ് ഈ ഹെക്സഗണിനെ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ സർക്കിളിന്റെ പരപ്പളവ് കാണുക, അതുപോലെ തന്നെ അതിനകത്തിരിക്കുന്ന ഹെക്സഗണിന്റെ പരപ്പളവും കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് അതിന് അങ്ങോട്ട് ഏറ്റവും വലുത് സർക്കിളാണ്. ആ സർക്കിളിന്റെ ഉള്ളിലാണ് മറ്റേ സാധനം. അപ്പൊ ആ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ആ ഹെക്സഗണിനെ അങ്ങോട്ട് കുറിച്ച് നമ്മള് കത്രികയും കൂടി ഇങ്ങനെ വെട്ടി അങ്ങോട്ട് എടുക്കാന്ന് വെക്കാം. അതൊരു പേപ്പറിൽ നമ്മൾ വരച്ച് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഹെക്സഗൺ രൂപത്തിൽ അതിന് വെട്ടി മാറ്റി. അപ്പൊ ബാക്കിയുള്ളതല്ലേ അതിന്റെ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് എന്ന് പറയുന്നത്. ആണോ? നമ്മള് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ഹെക്സഗൺ, ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കാണണം. ഹെക്സാഗണിന്റെ ഏരിയ ആണ്. ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 6√3/4 a സ്ക്വയർ ആണ്. എന്താണ്? 6√3/4 a സ്ക്വയർ എന്നാണ്. വേണമെങ്കിൽ അവിടെ ഇത് വയ്ക്കുക എല്ലാവരും. ഏരിയ ഓഫ് ഹെക്സാഗൺ ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് 6√3/4 a സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് തന്നെയാണ് എ ആയിട്ട് വരിക. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ. എന്നിട്ട് ഞാനത് ക്ലിയർ ചെയ്യാൻ പോവാണ്. അല്ലാതെ എനിക്കിത് വരച്ച് കാണിക്കാൻ പറ്റില്ല. എഴുതിയോ? എഴുതി മിസ്സേ. അപ്പൊ നിങ്ങൾ ഈ ഹെക്സഗണിലേക്ക് ഒന്ന് നോക്കാട്ടോ.
ശരിക്കും വരയ്ക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇതൊരു ഹെക്സഗൺ ആണ്. ഇത് ഒരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് കൂടി ഓർക്കുക. റെഗുലർ ഹെക്സഗണിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിനെ നമ്മൾ ഇവിടെ ഒരു സെന്ററിൽ വെച്ച് യോജിപ്പിച്ചിട്ടില്ലേ, ഇത് ഇങ്ങനെ നമ്മൾ അതിന്റെ സെന്ററിൽ നിന്ന് ഓരോ വെർട്ടെക്സിലേക്ക് നമ്മൾ യോജിപ്പിച്ചാലില്ലേ, നമുക്ക് ഇവിടെ 1, 2, 3, 4, 5, 6 ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളുകൾ കിട്ടും. ഏത് ഹെക്സഗണിന് മാത്രമേ പറ്റുള്ളൂ? റെഗുലർ ഹെക്സഗൺ. എന്താ പറയാ, ഷഡ്ഭുജമാണെങ്കിൽ സമഷഡ്ഭുജത്തിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം അതിന് നമ്മുടെ ആ ഒരു ഹെക്സഗൺ ഏകദേശം സെന്ററിൽ നിന്ന് അതിന്റെ എല്ലാ വെർട്ടെക്സിലേക്ക് നമുക്ക് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന 6 ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഭുജ ത്രികോണമാണ് കേട്ടോ. സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതേതാ? √3/4 a² ആണ്. ഭുജ ത്രികോണത്തിന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത് √3/4 a². അപ്പൊ ഹെക്സഗണിന്റെ ഏരിയ കാണണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? അങ്ങനത്തെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് ഒരു ഹെക്സഗണിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് 6√3/4 a² ആണ്. 6√3/4 a². അപ്പൊ 6 അതിനാണ് നിങ്ങൾക്ക് അവിടെ √3ന്റെ വില തന്നേക്കണം. 6 √3ന്റെ വില 1.73 × a². a² എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഇത് 10ന്റെ സ്ക്വയർ, 10² 4. ഇതെല്ലാം മുകളിലുള്ളതെല്ലാം കൂടി ഗുണിച്ചിട്ട് ആ കിട്ടിയ ആൻസറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഹെക്സഗണിന്റെ ഏരിയ കിട്ടും. സമഷഡ്ഭുജത്തിന്റെ ഏരിയ ഒന്ന് വേഗം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ ആൻസർ. സമഷഡ്ഭുജത്തിന്റെ ഏരിയ എത്ര കിട്ടിയെന്ന് പറ. നേരത്തെ 314 അവിടെ ഇരിക്കുന്നുണ്ട്, അത് സർക്കിളിന്റെ. ഹെക്സഗണിന്റെ ഗുണിച്ചിട്ട് വേഗം പറയാം. 10ന്റെ സ്ക്വയർ 100 ആണ്. ആ 100നെ 1.73 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം 173. 173നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. 173 ഗുണനം 6. കിട്ടിയ ആൻസർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ? ആർക്കും കിട്ടിയില്ല? ഒന്ന് പറയാമോ? ഗുണിക്കണോ ഞാൻ? 259.5. 259.5. 173നെ 6 കൊണ്ട് ഗുണിച്ചാ മതി. 173 × 6. അതാ 173 വന്നേന്ന് മനസ്സിലായല്ലോ. 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ 1.73നെ 100 കൊണ്ട് ഗുണിക്കുമ്പോ 173 ആകും. അപ്പൊ 18 ബാലൻസ് 1 42 + 1 43 ബാലൻസ് 4 ഇതാണെന്ന് കിട്ടിയ 1038 ആണോ? ഡിവൈഡഡ് ബൈ 4 4 കൊണ്ട് ഹരിക്കണം. വന്നിട്ട് അതിനെ 2 × 4 2 4s are 8 ബാലൻസ് 2 ഉണ്ട്. 3 ഇറക്കി എഴുതി. 4 5s are 20. 20ല് 20 എഴുതിയിട്ട് ബാലൻസ് 3 ഇറക്കി എഴുതി. 38ല് 9 4s are 36 അല്ലെ. 9 4s are 36. അതില് ബാലൻസ് 2 ഉണ്ട്. 2ല് പോയില്ല, അപ്പൊ പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇവിടെ ചേർത്താൽ 5 4s are 20. അങ്ങനെയാണ് 259.5 വന്നത്. കറക്റ്റ് ആണല്ലോ. 259.5 ഈസ് ദ ഏരിയ ഓഫ് ഹെക്സഗൺ. അതാ ഷഡ്ഭുജത്തിന്റെ പരപ്പളവാണ് ഒക്കെ കിട്ടിയത്. നേരത്തെ ആദ്യം നമ്മൾ 314 സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഇപ്പൊ കിട്ടിയ ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് അങ്ങോട്ട് കുറച്ചാൽ, അതായത് 314 - 259.5 മാക്സിമം കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം ചെയ്തെടുത്തോളട്ടാ. ഗുണിച്ചത് 173നെ 6 കൊണ്ട് 1038 കിട്ടി. 1038നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 259.5 കിട്ടി. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ 314 എന്ന് പറയുന്ന സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് 259.5 എന്ന് പറയുന്ന ഹെക്സഗണിന്റെ ഏരിയ കൊണ്ട് കുറയ്ക്കാം. മുകളിൽ ഒരു പോയിന്റ് ചേർക്കാം. 10ൽ നിന്ന് 5 പോയാൽ 5 ആണ്.
പോയിന്റ്. ഇവിടെ ബാക്കി 3 ഉള്ളൂ, 13 ആകും. 9 13 ആകാൻ 4, ബാക്കി ഇവിടെ 10 ഉള്ളൂ, 10 5 പോയ 5, 54.5 ആണ്. നോക്കിയേ, 54.5. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 54.5. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ബഹുഭുജവും അതുപോലെ തന്നെ ബഹുഭുജത്തിലെ പുറത്തേക്ക് ആ ബഹുഭുജങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ ഈ സർക്കിൾസിനകത്തും ഉണ്ട്. സർക്കിളിനകത്തും ബഹുഭുജങ്ങൾ ഇതേപോലെ ആലേഖനം ചെയ്യും, എന്താ ഇൻസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഷെയ്ഡ് ചെയ്തതോ അല്ലെങ്കിൽ അതിന്റെ ആരം കാണാനോ അങ്ങനെയൊക്കെ പലതും ഉണ്ട്. അല്ലെങ്കിൽ വശങ്ങളുടെ നീളം കാണാൻ, ഇത് അതിന്റെ അകത്തിരിക്കുന്ന ആ റെഗുലർ പോളിഗോൺ ഏതാണ്, അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് കാണാൻ, അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് പറയാമോ മിസ്? അത് ആ പ്രോബ്ലം ഒന്നും കൂടെ പറയാമോ? മനസ്സിലായി ഇപ്പം പറഞ്ഞത്? എവിടെ നിന്ന് നീ പറയണോ? ആ സ്റ്റെപ്പ് തൊട്ട് പറഞ്ഞാൽ മതി. 6 ഇൻറ്റു അതാണോ? ആ 6 ഇൻറ്റു 1.73. അതായത് നമ്മളുടെ ഹെക്സഗണിന്റെ പരപ്പളവ് കാണാൻ, ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത്. 6√3/4 A². A² എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വശത്തിന്റെ നീളമാണ്. ആ വശത്തിന്റെ നീളം എങ്ങനെയാണ് അത് 10 വന്നേന്ന് കാണിക്കാനാ ഞാൻ ആ വരച്ച് കാണിച്ചേ. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ റേഡിയസ് 10 ആണെങ്കിൽ അതിന്റെ വശമൊക്കെ 10 തന്നെയല്ലേ? റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് അതിനെ നമ്മള് 6 ഇക്വലായിട്ടുള്ള തുല്യമായിട്ടുള്ള വശങ്ങളുള്ള ത്രികോണങ്ങളായിട്ട്, അതിന് പറയുന്ന പേര് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണമായിട്ട് 6 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും ഒരു റെഗുലർ ഹെക്സഗണിനെ. അങ്ങനെ വരുമ്പോ അതിന്റെ ഒരു സൈഡ് 10 ആണെങ്കിൽ എല്ലാ വശവും 10 തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 10² എന്ന് കൊടുക്കാൻ പറഞ്ഞത്. 10². ഓക്കെ, അങ്ങനെയാണ്. ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് 259.5 കിട്ടിയത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നിങ്ങൾക്ക് സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കണ്ടു എന്ന് പറഞ്ഞപ്പോ സർക്കിൾസ് എന്താണെന്നൊക്കെ കുറച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നോട്ടൊക്കെ കയ്യിലുണ്ടല്ലോ, കയ്യില് അല്ലേ? സർക്കിളിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സർക്കിളിന്റെ കേന്ദ്രത്തിൽ നിന്നും ഏതെങ്കിലും പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെ ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് റേഡിയസ്, അതായത് ആരം എന്ന് വിളിക്കും. അതേപോലെ തന്നെ സെന്ററിൽ നിന്ന് അത് സെന്റർ നീട്ടി ആ സെന്ററിൽ കൂടി കടന്നുപോയി മറ്റൊരു പോയിന്റിലേക്ക്, ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നുപോയി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മുട്ടുമ്പോ അതിനെ നമ്മൾ ഡയാമീറ്റർ, ഡി എന്ന അക്ഷരം കൊണ്ട് വ്യാസം എന്ന് വിളിക്കും. വ്യാസം, ആരം. അപ്പൊ ഒരു വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു വൃത്തത്തിന്റെ പോയിന്റിലേക്ക് വിച്ച് പാസസ് ത്രൂ ദ സെന്റർ, സെന്ററിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഡയമീറ്ററായി മാറും, വ്യാസമായി മാറും. കേന്ദ്രത്തിൽ നിന്ന്, സെന്ററിൽ നിന്ന് ഏതെങ്കിലും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? റേഡിയസ് എന്ന് വിളിക്കും. അതൊക്കെ നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഇനിയും ഉണ്ട് ഓരോ കാര്യങ്ങൾ. സർക്കിളിന്റെ ഒരു കഷ്ണം, ഒരു സർക്കിൾ, ഇത് മുഴുവനായിട്ട് ഞാൻ വരച്ചിട്ടില്ല. ഈ സർക്കിളിനെ ഒരു കഷ്ണമായിട്ട് മുറിച്ചൂന്ന് വിചാരിക്കാം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ആർക്ക് എന്നാണ്. ചാപം. പണ്ടൊക്കെ ആളുകള് കുപ്പിവളയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ? പഴയ നമ്മളൊക്കെ ചെറുതില് കുപ്പിവളയാണ് ഒരുപാട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ആളുകൾക്ക് അതൊന്നും വേണ്ട, കുട്ടികൾക്കൊന്നും വേണ്ട. കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ കുപ്പിവളയൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളേഴ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നൊക്കെ ഒരു ഭയങ്കര ഹരമായിരുന്നു അല്ലെ? മാത്രമല്ല, ഇത് അവിടെ പോയിരുന്നിട്ട് വെറുതെ ബോറടിക്കുന്ന പീരീഡിലൊക്കെ ആരുടെയെങ്കിലും കയ്യിലുള്ളത് കുത്തിപ്പൊട്ടിക്കുക. തിയറി ക്ലാസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഒരുപാട് പിള്ളേരുണ്ടല്ലോ. സാർ അവിടെ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് ക്ലാസ് എടുക്കുക, നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കുക, ഇത് വള പൊട്ടിക്കുക, ഒടിച്ചു നോക്കുക, കയ്യിൽ ഒടിച്ചു നോക്കുന്നൊക്കെ ഇല്ലേ അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ പൊട്ടിച്ചു. വള എന്ന് പറയുന്നത് ഒരു റൗണ്ട് സർക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതിനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കഷ്ണം, അതെ സർക്കിളിന്റെ ഒരു ഭാഗം പറയാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് കേട്ടോ. അപ്പൊ AB, ഇറ്റ്സ് എ ആർക്ക്, ഇറ്റ്സ് എൻ ആർക്ക്. ആർക്ക് എന്നാണ് ഇതിനെ വിളിക്കുക, ചാപം എന്ന് വിളിക്കും. ഇനി നമുക്കറിയാം, വൃത്തത്തിനകത്ത് നമ്മൾ എവിടെന്നെങ്കിലും ഒരു വര, അതായത് ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ വര, അതിനെ വിളിക്കുന്ന പേര് കോഡ്. CHORD, കോഡ്. അല്ലെങ്കിൽ ഞാൻ എന്നാണ് വിളിക്കുക. ഞാനല്ല, ഞാൻ എഴുത്താം. ഞാൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് വരാതിരിക്കാനാണ് നോട്ട് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എഴുതി തന്നു വിട്ടേക്കണം. അപ്പൊ അത് എഴുതിയെടുത്ത് വായിച്ചൊക്കെ നോക്കുക നിങ്ങൾ. ഓക്കെ, ഇനി ഡയമീറ്ററും റേഡിയസും തമ്മിൽ കുറച്ച് ബന്ധമൊക്കെ ഉണ്ട് അല്ലെ? റേഡിയസ് എന്ന് പറയുമ്പോ, ആരം എന്ന് പറയുമ്പോ
ഡയമീറ്ററിന്റെ ഡയമീറ്ററിന്റെ പകുതി, വ്യാസത്തിന്റെ പകുതിയാണ് റേഡിയസ്. അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസിന്റെ ഇരട്ടി 2r. ഡയമീറ്റർ ആണ് കാണേണ്ടതെങ്കിൽ 2r, ഡബിൾ ദ റേഡിയസ്, റേഡിയസിന്റെ ഇരട്ടിയും. എന്നാൽ റേഡിയസ് ആണ് എങ്കിൽ അതിന്റെ വ്യാസത്തിന്റെ പകുതിയുമായിരിക്കും. അങ്ങനെയുള്ള ബന്ധം നമുക്കറിയാം. ഇനി ഞാൻ വീണ്ടും ഇന്ന് പറഞ്ഞ കാര്യമാണ്, ഒരു സർക്കിളിന്റെ ഒരു സെന്ററിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം മുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു മാറ്റുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്ടർ എന്നാണ്, അല്ലെങ്കിൽ വൃത്താംശം എന്ന് വിളിക്കും അല്ലെ. വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് വിളിക്കും. ഈ സെക്ടറിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് πr² ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി. അത് സെക്ടറിന്റെ പരപ്പളവ് കാണാനാണ്. ഇനി ഈ സെക്ടറില് ലെങ്ത് ഓഫ് ദ ആർക്ക്, ഈ ഒരു ചാപത്തിന്റെ മാത്രം കണ്ടോ, ഇതൊരു ചാപം ഒരു കഷ്ണമായിട്ട് വരുമല്ലോ, ആ ചാപത്തിന്റെ നീളം അല്ലെങ്കിൽ ആർക്കിന്റെ ലെങ്ത് കാണാൻ, ലെങ്ത് ഓഫ് ആർക്ക് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതുപോലെ ഏകദേശം ബന്ധമുള്ളതാണ്. 2πr ലെങ്ത് വരുമ്പോ എന്താ പറയാ മൊത്തം വൃത്തത്തിന്റെ ഒരു ഭാഗം, മൊത്തം വൃത്തത്തിന്റെ ചുറ്റളവ് നമുക്കറിയാലോ 2πr ആണ്. അതുകൊണ്ടാണ് 2πr വന്നേക്കുന്നത്. 2πr ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി. അവിടെ അത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നും വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് ദ ആർക്ക് കാണാൻ 2πr ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി ആണെങ്കിൽ ഏരിയ കാണാനായിട്ട് πr², ഏരിയയില് വൃത്തത്തിന്റെ ഏരിയ πr² ആയതുകൊണ്ടാണ് πr² വന്നേക്കണേ. πr² ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്നുള്ള കാര്യം അതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ കണ്ടോ? നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ വായിച്ചിട്ട് മനസ്സിലാവുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വൃത്തത്തിന്റെ ആരം, വൃത്തത്തിന്റെ വ്യാസം, ഡയമീറ്റർ, കോഡ്, ഞാൻ, പിന്നെന്താ പറയാ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധം, വൃത്തത്തിന്റെ ഒരു ഭാഗം അതിനെ നമ്മൾ ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് വിളിക്കും. ചാപത്തിന്റെ നീളം ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ 2πr ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ വൃത്താംശം സെക്ടർ, ഒരു പാർട്ട് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുമ്പോ ആ ഭാഗം അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താ പറയാ സെന്ററിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടെടുത്ത് മാറ്റുമ്പോൾ അത് സെക്ടർ വൃത്താംശമാകും. വൃത്താംശത്തിന്റെ മാത്രം പരപ്പളവ് കാണാൻ πr² ഇൻറ്റു x ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്നുള്ള കാര്യം അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ വൃത്തത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. കാരണം അടുത്ത ദിവസം ഞാൻ ഇതിനകത്തുനിന്ന് ഇനി ക്വസ്റ്റ്യൻസും ആയിട്ടായിരിക്കും വരിക. അപ്പൊ സർക്കിളുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസം എന്താ പറയാ ചെയ്യിക്കും ഞാനിവിടെ കണക്കുകളൊക്കെ. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ, ഒന്ന് അടുത്ത ദിവസത്തേക്ക് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് പോവാം, എന്താണ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, പൈയുടെ വില ഓർത്ത് വെച്ചേക്കാട്ടോ. അവിടെ പൈക്ക് വില 3.14 മാത്രമല്ല കേട്ടോ ഉള്ളത്. പൈയുടെ വില 3.14 മാത്രമല്ല, 22/7 എന്ന് പറയുന്നതും പൈയുടെ വാല്യൂ ആണ്. അത് ആവശ്യം വേണ്ട സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ 22/7 വെച്ച് ഉപയോഗിക്കാൻ നല്ലത്. എന്താണെന്നറിയോ, ഈ by7 ചെയ്യുമ്പോൾ ചിലപ്പോ 7 കൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ മുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അപ്പൊ നമുക്ക് 22/7 ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയന്റ്. ഓക്കെ, 3.14 കാരണം നമ്മൾ തന്നെ ചെയ്യണം. കണക്കുകൾ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമ്പോൾ പരമാവധി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പരമാവധി നമുക്ക് ഏത് എളുപ്പ വഴി കൂടി ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം കൺസ്യൂം ചെയ്ത് ഉപയോഗിക്കാതെ നമ്മള് ടൈമൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ കൂടുതൽ സമയം കണ്ടെത്താനൊന്നും നമുക്ക് ഇല്ല ഇതിനകത്ത് കണക്കുകൾ ചെയ്യുമ്പോൾ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ അതിന് ഉള്ള വഴി നമ്മൾ ആലോചിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ 22/7 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3.14 ഉപയോഗിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ തരാം, എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഡിയസ് മലയാളം പറഞ്ഞാ പോരെ? മലയാളം മതിയല്ലോ അല്ലെ? ഓക്കെ, ഒരു വൃത്തഭാഗത്തിന്റെ ആരം 14 സെന്റിമീറ്ററും 14 സെന്റിമീറ്ററും അതിന്റെ കേന്ദ്രകോൺ, കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിനെയാണ് കേട്ടോ കേന്ദ്രകോൺ എന്ന് വിളിക്കുക. കേന്ദ്രകോൺ 36 ഡിഗ്രിയും
എങ്കിൽ 36 ഡിഗ്രിയുമെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ് എത്ര? വൃത്താംശത്തിന്റെ പരപ്പളവ് എത്ര? വൃത്താംശത്തിന്റെ പരപ്പളവ് എത്ര? ഒരു ക്വസ്റ്റ്യൻ കൂടി. What is the area of a circle? What is the area of a circle with radius 12 centimeter? 12 centimeter. ബ്രാക്കറ്റില് pi is equal to 3.14 3.14 or 22/7 or 22/7. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല ആ വൃത്തത്തെ കുറിച്ച് എഴുതി തന്ന നോട്ടുകളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ കണക്കുകളെ ഞാൻ തരുള്ളൂ. അപ്പൊ നിങ്ങൾ ചെറുപടയെന്ന് വേഗം ആൻസർ ചെയ്തു പോകണം. ഓക്കെ, സീ യു, ബൈ. മിസ് ആ പോളിഗൺസിന്റെ ഒക്കെ ഏരിയയുടെ ഇക്വേഷൻസ് ഒന്ന് പറയോ അടുത്ത ക്ലാസ്സിൽ? പോളിഗോൺസിന്റെ എല്ലാത്തിന്റെയോ? ആ, ഏരിയാസിന്റെ പോളിഗൺസിന്റെ എല്ലാത്തിനും പോളിഗോൺസിന് പ്രത്യേകിച്ച് ഏരിയകളില്ല. ഇപ്പൊ നമ്മൾ ഈ ഹെക്സഗണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ്ടോ? കണ്ടില്ലേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി അതിന് 6 എണ്ണം ആയതുകൊണ്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് √3/4² ആണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് 6 എണ്ണം വന്നതുകൊണ്ട് 6 × √3. എല്ലാത്തിനും അങ്ങനെയില്ല. അപ്പൊ നമ്മള് ആ രീതിയിൽ ചിലപ്പോ ചിലതിനൊക്കെ വളച്ചൊടിച്ചെടുക്കണം, ചിലതിന് മാത്രമൊക്കെ ഉണ്ട് കേട്ടാ. പറഞ്ഞുതരാം അടുത്ത ക്ലാസ്. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ചിലപ്പോ ഓണം കഴിഞ്ഞിട്ടേ കാണുള്ളൂ അല്ലെ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, നന്നായിട്ടൊക്കെ ആഘോഷിക്കുക. ഓക്കെ, ഓണാശംസകൾ. താങ്ക് യു മിസ്. ഓക്കെ.